സംസ്ഥാന സർക്കാർ ബജറ്റിൽ മുന്നോട്ട് വെച്ച RRTS പദ്ധതി സാങ്കേതികമായി പ്രായോഗികമല്ലെന്ന് ഇ ശ്രീധരൻ. സർക്കാരിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും പ്രായോഗികമായത് താൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണെന്നും ഇ ശ്രീധരൻ അവകാശപ്പെട്ടു. കേരയിൽ താനാണ് ഇല്ലാതാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ദുരുദ്ദേശത്തോടെയാണ്. റെയിൽവേ ആവശ്യപ്പെട്ട അതിവേഗ പാതയുമായി താൻ മുന്നോട്ട് പോകും. DMRC ഓഫീസ് ഫെബ്രുവരി 2 മുതൽ പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇ ശ്രീധരൻ പ്രഖ്യാപിച്ചു. ആദ്യം പ്രതികരണത്തിലേക്ക്. അതിനെപ്പറ്റി നമ്മൾ ആരും വരിയടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരിയാണ് വെച്ചിരിക്കുന്നത്, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്. എൻ്റെ ഉദ്ദേശം വേഗം അതിവേഗ റെയിൽവേയിലെ റിപ്പോർട്ട് വേഗം ഉണ്ടാക്കാം. ആർക്കൊക്കെ അതിനെപ്പറ്റി വിഷമമുണ്ടോ, എന്തൊക്കെ വ്യൂണ്ടോ അത് നിങ്ങളോട് പറയാം. എന്തൊക്കെ ആൻസർ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് കൊടുക്കുക. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകാനുള്ളത്. ശാന്തകുമാർ, ഇത് രണ്ടും രണ്ട് പദ്ധതികളാണോ ഒരു പദ്ധതിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ ഒരു ദുരൂഹത, അതിലുള്ള സംശയങ്ങൾ എന്തായാലും അകന്നിട്ടുണ്ട്. കാരണം ഒന്ന് റെയിൽവേ ആവശ്യപ്പെട്ട പദ്ധതിയാണ് ഈ ശ്രീധരനോട്, അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് നഗരകാര്യ വികസന മന്ത്രാലയം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു RRTS മുന്നോട്ട് വയ്ക്കുന്നത്. സാങ്കേതികമായി ഇത് സാധ്യമാവില്ല എന്ന് പറയുമ്പോൾ അതിനായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ശ്രീധരൻ? ഈ ശ്രീധരൻ അത് കൃത്യമായി വിവരിക്കുക തന്നെയാണ്. കാരണം RRTS സംസ്ഥാനത്തിന് ചേർന്ന ഒരു പദ്ധതിയല്ല, കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയുമല്ല. അത് ഈ RRTSന് ഉപയോഗിക്കുന്ന ട്രെയിനുകൾക്ക് 70-75 കിലോമീറ്റർ മാത്രമേ വേഗതയുള്ളൂ. പക്ഷേ അതിവേഗ റെയിൽ പാതയിൽ ഉപയോഗിക്കുന്ന ട്രെയിനുകൾക്ക് ഏകദേശം 180-200 കിലോമീറ്റർ വേഗതയുണ്ട്. അങ്ങനെ വേഗത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അതിവേഗ പാതയാണ് DMRCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ശ്രീധരൻ തന്നെ ഒരു DPR തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള വ്യത്യസ്തമാണ് ഈ RRTS, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള RRTS എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ഉണ്ടായത് എന്നതിനെ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ളൊരു ആശയം പറഞ്ഞു കൊടുത്തത് ആരാണ് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി കാണേണ്ടി വരുന്നു എന്നുകൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കേരളത്തിലെ യാത്രാ സൗകര്യത്തിന് യോജിച്ച വിധത്തിലുള്ള ഒരു പദ്ധതിയാണ് ഈ റെയിൽവേയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DMRC ഒരു ഡീറ്റെയിൽ പ്രൊജക്റ്റ് തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് അതിനുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ RRTS എന്നുള്ള ഒരു പദ്ധതിയുമായി സർക്കാർ വരുമ്പോൾ അത് രണ്ട് പദ്ധതിയായി തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ ആ രണ്ട് പദ്ധതിയും നടപ്പാക്കുക എന്നുള്ളത് കേരളത്തിൽ പ്രായോഗികമല്ല. അങ്ങനെയെങ്കിൽ ഏത് പദ്ധതി നടപ്പാക്കും എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്രം ആവശ്യപ്പെട്ട ഈ അതിവേഗ റെയിൽപാതയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ശ്രീധരൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ശ്രീധരൻ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയും കടന്നാക്രമിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം ഏറെ സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ കാര്യത്തിലെല്ലാം. ഈ RRTS നടപ്പാക്കാൻ കഴിയാത്ത ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ആരാണ് മുഖ്യമന്ത്രിക്ക് ഒരു ഉപദേശം നൽകിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം നൽകിയത് എന്നുകൂടി അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും RRTSും ഈ അതിവേഗ പാതയും ഈ രണ്ട് പദ്ധതികൾ ഏത് പദ്ധതിയെ നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ശ്യാമിലി.